ഞാൻ MSMന്റെ ജില്ലാ മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 2015 ഏപ്രിൽ 14 രാത്രി ചില മരണമാണ് നമ്മൾ വേണ്ടപ്പെട്ടവരുടെ മരണത്തിന്റെ ഡേറ്റ് നമ്മൾ അങ്ങനെ ഓർക്കും. MSMന് ജില്ലാ മീറ്റിങ്ങിന് തിരൂർ ജില്ലാ ഓഫീസിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കാം. അപ്പോൾ എനിക്ക് പിന്നെ കോള് വന്നത് മൂത്ത ജ്യേഷ്ഠനക്ക് ആക്സിഡന്റ് ആയിക്കണെന്നുള്ള കോളാണ്. നാട്ടിൽ നിന്ന് സുഹൃത്തുക്കളാണ്, ജ്യേഷ്ഠന്റെ സുഹൃത്തുക്കളെ വിളിച്ചത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്ത് ചെയ്യണം, പിന്നെ ഒന്ന് പോകണം. ഞാനാണ് പിന്നെ അങ്ങനെ ഇഷ്യൂസ് ഉണ്ടായാലും പെട്ടെന്ന് പോയിട്ട് ഇടപെടലും പോയോക്കലൊക്കെ. അപ്പോൾ ഞങ്ങൾ പോകുന്നുണ്ട്, വണ്ടിയിൽ ഈ വരുന്നുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ പോവാം. അപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്തു, ഞാൻ അവിടെ എൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് നസീർ അവിടെയാണ്, മഞ്ചേരിയാണ് അവന് വീട്. ഞാൻ നസീറിനെ വേഗം വിളിച്ചു. നമ്മൾ ഇങ്ങനെ ഒരു ന്യൂസ് ഉണ്ട്, ഈ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകണം. പിന്നെ അപ്പോൾ എന്നോട് അടുത്തേക്ക് പറഞ്ഞു, ഞാൻ ഇവിടെ ഉണ്ട്, ഈ എത്രയും പെട്ടെന്ന് വാന്ന്. അപ്പൊ നമുക്ക് അതിൽ എന്താണ്, അവൻ എന്തുകൊണ്ട് അവിടെ എത്തി, അല്ലെങ്കിൽ അവിടെ എന്നോടൊന്നും പറയാ, സാധാരണ എന്താ പറയാ, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും. നീ വേഗം വാന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തായി, എന്തൊക്കെ ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും തോന്നി. അങ്ങനെ ഞാൻ നാട്ടിൽ നിന്നുള്ള കാറ് വന്നു. ഞാൻ ആ കാറിൽ കയറി ഞാൻ അങ്ങനെ പുറപ്പെട്ട് തിരൂരിൽ നിന്ന് ഒരു വൈലത്തൂർ എത്തുന്നുള്ളൂ. അപ്പോൾ എൻ്റെ സുഹൃത്ത് റസീമാറൂൻ എന്നെ വിളിച്ചു. ഞാൻ ഫോൺ എടുത്തു. ഞാൻ എന്താ റസീമേ, ഞാൻ മീറ്റിംഗ് പിരിഞ്ഞിട്ടേ ഉള്ളൂ, 5 മിനിറ്റ് കൊണ്ട് എന്നെ വിളിക്കുകയാണ്. കാക്ക മരിച്ചിങ്ങനെ ഇട്ടാന്ന്. ഇനി മരിച്ചിട്ടില്ലാത്തിരിച്ച് പോണ്ട, കാക്ക മരിച്ചിക്കണ്, ഞാൻ അതിൽ പോയാൽ മതി. ഞാൻ ആകെ ഇങ്ങനെ ഷോക്കായി. ഞാൻ ഷോക്കാൻ കാരണം എന്താണ്, പടച്ചോനെ, ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് ഞാൻ എങ്ങനെ പോകുന്നതാണ്. ജ്യേഷ്ഠൻ മരിച്ചു, ഇതൊക്കെ കൈകാര്യം ചെയ്യാം, ഉമ്മാനോട് ഇപ്പം എന്ത് പറയും, ഒരു പ്രശ്നമല്ലേ. അങ്ങനെ പിന്നെ താത്തണ്ട്, ചെറിയ കുട്ടികളുണ്ട്. പടച്ചോനെ, ഇവരൊക്കെ ഞാൻ എന്താ ചെയ്യാം. അപ്പൊ അങ്ങനെ ജ്യേഷ്ഠനാണെങ്കിലോ വീട്ടിലെല്ലാവരെയും കൂട്ടിപ്പെട്ട് സന്തോഷിപ്പിച്ച ഒരു രസകരമായിട്ടുള്ളതാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു കോട്ടക്കലൊക്കെ എത്തിയപ്പോത്തിന് ഉമ്മാൻ്റെ ഫോൺ വന്നു. ഫോൺ എടുക്കാൻ വയ്യ എനിക്ക്, ഞാൻ ആകെ ടെൻഷനിലാണ്. എന്നാലും ഞാൻ ഫോൺ എടുത്ത ഉടനെ തന്നെ ഉമ്മ ആകെ ടെൻഷൻ എന്താണ്, ഉമ്മ പറയാണ്, പിന്നെ ഈ അനിയൻ നൗഫലിനൊന്ന് വിളിച്ചു നോക്ക്, അവൻ ടൂറ് പോയിക്കാണ്, എനിക്ക് എന്തോ ടെൻഷൻ പോലെ ഉണ്ട്. വീട്ടിൽ ഓരോരുത്തർ വരുന്നുണ്ട്, ഉപ്പാനോട് എന്തൊക്കെയാ പറയുന്നുണ്ട്, എനിക്ക് ആകെ ബേജാറാവുണ്ട്, അവനെ വിളിച്ചിട്ട് കിട്ടണില്ല, ഇതൊന്ന് വിളിക്ക്, ടൂറ് പോയതാണ് അനിയൻ എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഓൻ എന്നെ വിളിച്ചിരുന്നു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ടെൻഷൻ അടിക്കണ്ട, ഇത് പറഞ്ഞില്ല. ഇത് എൻ്റെ ഉമ്മ ഒരിക്കലും വിശ്വസിക്കില്ല. കാരണം എന്താണെന്ന് അറിയാം, ജ്യേഷ്ഠന് പിന്നെ ഗൂഡല്ലൂരിൽ നിന്ന് വരികയാണ്, കാർ ഡ്രൈവ് ചെയ്ത് വരികയാണ്. അങ്ങനെ ഏകദേശം എടവണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ, പിന്നെ മഞ്ചേരിക്കപ്പുറം സ്ഥലത്തെത്തിയപ്പോൾ ജ്യേഷ്ഠനെ വിളിച്ചു. ജ്യേഷ്ഠൻ ഞാൻ പറഞ്ഞൊരു എല്ലാവരെയും ഹരാക്കുന്ന ഒരു ടൈപ്പ് ആളാണ്. ജ്യേഷ്ഠൻ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടികളെ ആരും ഉറക്കണ്ട, ഞാൻ തിരൂര് ഹോട്ടലിൽ നിന്ന് എന്ത് ചെയ്യാം, നെയ്ച്ചോറും ബീഫും മേടിച്ചിട്ട് വരാം. അത് ജ്യേഷ്ഠൻ വന്ന് എന്തിനാന്ന് നിങ്ങൾ എൻ്റെ കല്യാണം ഉറപ്പിച്ചപ്പോൾ കല്യാണത്തിന് വേണ്ടി വന്നതാണ്. മാത്രമല്ല നാളെ രാവിലെ കല്യാണം പറയാൻ പോകാൻ വേണ്ടി ഒരു സുഹൃത്തിന്റെ കാറ് കുറച്ച് ദിവസം റെന്റിന് വാങ്ങിയതാണ്. ഈ കാർ ഏറ്റ് ഗൂഡല്ലൂർ പോയിട്ട് ഫ്രണ്ട്സിനെ കണ്ട് തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പൊ ഇതൊക്കെ 7:30 എൻ്റെ ഉമ്മാനോട് ഫോണിൽ കൂടെ സംസാരിച്ച് വണ്ടി ഓടിക്കുമ്പോഴേ നമുക്ക് രാവിലെ കല്യാണം പറയാൻ പോകണം, പാലക്കാട്ടേക്കാണ് പോകേണ്ടത്, പിന്നെ എന്താ പറയാ, അങ്ങനെ കുട്ടികളെ ഉറക്കണ്ട, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഉമ്മാന്റെ മനസ്സിൽ എന്തില്ല, ഇത്രയും നേരം സംസാരിച്ച കാക്ക ഒരിക്കലും മരിക്കും എന്നുള്ള പ്രതീക്ഷിച്ചിട്ടില്ല. ഉമ്മ നാളും ആലോചിക്കണത് ആരെ കുറിച്ചിട്ടാണ്, അനിയനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഉമ്മ ഇങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു, ഓനെ വിളിച്ചൊന്നും കുഴപ്പമില്ല എന്നാണ്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോ പോലീസുകാരും പത്രക്കാരും അത് ആക്സിഡന്റ് കൊണ്ടുവന്ന ആളുകൾ, നമ്മളെ സംഘടനയുടെ ആൾക്കാരും എല്ലാവരും എന്നെ കാഷ്വാലിറ്റിയിൽ ഇങ്ങനെ കാത്തിക്കാണ്. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയോട് കൂടിയിട്ട് എന്നെ ചുറ്റോളം പൊതിഞ്ഞു. എന്തിനെന്നെ കൊണ്ടുപോകണമെന്ന് അറിയാം, ഈ മരിച്ച ആള് എൻ്റെ ജ്യേഷ്ഠൻ തന്നെയാണോ എന്ന് ഞാൻ പറയണം, എന്നിട്ട് അത് ഉറപ്പുവരുത്തണം. അങ്ങനെ എൻ്റെ പോലീസുകാരെ പിടിച്ചു കൊടുക്കും, നല്ലപോലെ ഓർമ്മയില്ലെങ്കിലും എന്നെ പിടിച്ചു കൊണ്ടുപോകണം. ഞാൻ പിടിക്കണം എന്തിനാണെന്നറിയാം നിങ്ങള്, ഞാൻ പിന്നെ ബോധം കെട്ട് വീഴുവോ, കാരണം മരിച്ച ആളെ ജ്യേഷ്ഠനെ കാണാൻ പോവല്ലേ. ഈ സാധാ മരണത്തിന്റെ പോലെയല്ല,
അപകട മരണത്തിന്റെ പ്രത്യേകത നമ്മളെ എന്ത് ചെയ്യും, നമ്മളെ രൂപം വികൃതാവും. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തി, കാഷ്വാലിറ്റിയിലേക്ക് എത്തിയപ്പോൾ പിന്നെ കാക്കാനെ ടേബിൾ ഇങ്ങനെ ഒരു സൈസ് ടേബിളാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യും, ബോട്ടിൽ നിന്ന് ഒരു പൈപ്പ് പുറത്തു കണ്ട ബോട്ടിലുണ്ട്, അതിൽ നിന്ന് മുഖത്തേക്ക് ഇങ്ങനെ വെള്ളം പമ്പ് ചെയ്യാണ്. എന്താ കാരണം എന്താ, നിങ്ങൾ കാറിലൊരു ആക്സിഡന്റ് ആയിട്ട് ഇവിടെ മുതല് ചുണ്ടും പല്ലൊക്കെ കൂടി പൊട്ടിയിട്ട് എന്നിട്ട് പൊളിഞ്ഞിട്ടുണ്ട്. ആ പൊളിഞ്ഞ് അതുകൂടെ ബ്ലഡ് ഇങ്ങനെ പുറത്തേക്ക് തൂറ്റാണ്. അപ്പൊ എനിക്ക് മുഖം മനസ്സിലാവണല്ലോ, ബ്ലഡ് മുഖം മനസ്സിലാവോ, മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് ഇങ്ങനെ എന്ത് ചെയ്ത് തരാണ്, അത് ഇങ്ങനെ പമ്പ് ചെയ്ത് തരാണ്. പിന്നെ എന്നെ കുലുക്കി ചോദിക്കുകയാണ്, കാക്കന്നല്ലത്, ഇത് ജ്യേഷ്ഠൻ തന്നെ അല്ലേ? എന്റെ ജ്യേഷ്ഠൻ നല്ലപോലെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞു പോയ ഒരാള്, ആളെ മുഖം ഒന്നായിട്ട് ആക്സിഡന്റ് ആയിട്ട് പരന്ന് പൊളിഞ്ഞു കിടക്കുന്ന കാക്കാന്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ പിന്നെ കരയണോ ടെൻഷൻ ഒന്നും എനിക്കറിയില്ല. ഞാൻ എന്നാലും എന്ത് ചെയ്തു, മനസ്സിലായി, ജ്യേഷ്ഠൻ അതൊക്കെ മനസ്സിലായി. ഞാൻ പറഞ്ഞു അതെ ജ്യേഷ്ഠൻ തന്നെയാണ്. പിന്നെ അവരെന്നെ മാറ്റി ഏതൊക്കെ പേപ്പറിൽ ഒപ്പിടിക്കുന്നു, ഞാൻ പേപ്പറുകൾ ഒപ്പിട്ടു കൊടുത്തു. അങ്ങനെ പിന്നെ എന്നോട് പത്രക്കാർ വന്ന് ചോദിക്കലായി, ഇത് ഒരു പത്രത്തിൽ കൊടുക്കണല്ലോ, എല്ലാവരും എന്നോട് എന്തൊക്കെയോ വന്ന് ചോദിക്കുന്നുണ്ട്, ഫാമിലിനെ കുറിച്ചിട്ടും ആരൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനിതൊക്കെ മറുപടി പറഞ്ഞു കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എന്ത് ചെയ്യണം, നാളെയാണ് പോസ്റ്റ്മോർട്ടം. ഇത് മെഡിക്കൽ കോളേജ് അല്ലേ, അപ്പൊ നമ്മുടെ പ്രൊസീജിയറിൽ നമ്മൾ കുറേയൊക്കെ അതിന്റെ ഭാഗമാവേണ്ടി വരും. അപ്പൊ നമുക്ക് ഇന്ന് ഫ്രീസർക്ക് വെക്കണം, നാളെ പോസ്റ്റ്മോർട്ടം, പക്ഷെ ഇന്ന് എങ്ങോട്ട് മാറ്റണം, ഫ്രീസർക്ക് മാറ്റണം. അങ്ങനെ കാക്കാന്റെ സ്ട്രക്ചറിൽ കാക്കാന്റെ ശരീരം മൂടിയിട്ട് കൊണ്ടുപോയി. അങ്ങനെ എങ്ങോട്ട് കയറി, മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ ഫ്രീസറിലേക്ക് കയറിയിട്ട് ഞാനും ഹോസ്പിറ്റലത്തെ ആളുകളും കൂടി കാക്കാനും ശരീരം എടുത്തിട്ട് ഒരു ഡോറ് തുറന്നു. ഫ്രീസറാണ്, മയ്യത്തുകൾ വെക്കുന്ന ഫ്രീസറാണ്, അതിക്കുണ്ട് കയറ്റി വെച്ചു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു തവണ മെഡിക്കൽ കോളേജിൽ ഫ്രീസറൊക്കെ കാണുള്ളൂ. എന്ത് ഫ്രീസർ, നമ്മളെ മീൻ പച്ചക്കറി വെക്കുന്ന ഫ്രീസർ അല്ല, മരിച്ച മയ്യത്തുകൾ വെക്കുന്ന ഫ്രീസർ. ആ ഫ്രീസർ കണ്ട് കയറ്റി വെച്ചു, ഫ്രീസർ ക്ലോസ് ചെയ്തു. അന്ന് രാത്രി പിന്നെ ആക്സിഡന്റ് ആയ സ്ഥലത്ത് പോയി അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചു. പോലീസ് സ്റ്റേഷനിൽ പോയാണ്. പോലീസിന്റെ എല്ലാവിധ ഇത് വിട്ട് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ബസ്സിന്റെ ആളുകൾ അപ്പോഴേക്കും അവിടെ വന്നു. ബസ്സിനേറ്റ് കൂട്ടിയിടിച്ചാണ് കേട്ടോ. ഈ എടവണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ആണ് ഈ ആക്സിഡന്റ് സ്ഥലത്ത്. അപ്പൊ ഉമ്മാനെ വിളിച്ചിട്ട് 7:30 7:40 ആകുമ്പോഴത്തേന് എന്തായിക്കണ് ആക്സിഡന്റ് സംഭവം. 7:40 കാക്ക മരിക്കണം. അങ്ങനെ അവിടെ പോയി ആ സ്പോട്ടിലൊക്കെ പോയി പിന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ നേരം വെളുക്കോളം അവിടെ ഇരുന്നു. രാവിലെ എന്ത് ചെയ്യണം, പോസ്റ്റ്മോർട്ടം ചെയ്യണം. അങ്ങനെ ഫ്രീസർ തുറന്ന് രാവിലെ പോയി ഫ്രീസർ തുറക്കുകയാണ്. ആ ഫ്രീസർ എനിക്ക് കാക്കാനോട് എടുക്കുമ്പോണ്ട് ഇങ്ങനെ ഉണ്ടാവും. രാത്രി ഫുൾ ടൈം ഫ്രീസറിൽ വെച്ചാൽ ആ മരവിച്ച ശരീരം എടുത്തിട്ട് ടേബിളിലേക്ക് വെച്ചിട്ട് പിന്നെ സ്ട്രക്ചറിൽ ഉന്തിക്കൊണ്ടായി പിടിച്ചിട്ട് എങ്ങോട്ട് വെച്ചു, മോർച്ചറിയുടെ ടേബിളിലേക്ക് വെച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കണ്ട, പുറത്തേക്ക് നിൽക്കുക. ഡോറടച്ചിട്ട് അപ്പോൾ നാട്ടിൽ നിന്ന് ആളുകളൊക്കെ വന്നു. അപ്പൊ പോലീസേക്ക് ഇതിന് സാക്ഷികൾ ഒപ്പിടാൻ. അപ്പൊ ഈ കേറുന്നവര് ബോധം കെടുകയാണ് ഇത് കണ്ടുകാണ്ട്. എനിക്കെന്തോ ആ സമയത്ത് അങ്ങനെ ഒരു തരിപ്പിൽ നിൽക്കണോണ്ടാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അവിടുന്ന് തന്നെ മഞ്ചേരിയിൽ കുളിപ്പിക്കുന്ന ഒരു സെന്റർ ഉണ്ട്, അവിടുന്ന് കുളിപ്പിച്ചു. വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഞാന് മയ്യക്കാക്കന്റെ മയ്യത്തവിടെ നിൽക്കണ്, മയ്യത്ത് ഒരു ഭാഗത്ത് കിടക്കണ്. ഞാനിപ്പുറം ഇങ്ങനെ ഇരിക്കുക. എനിക്കെന്തോ ഒരു സ്വപ്നമാണോ ശരി ഒന്നും അറിയില്ല. നമ്മൾ പലരും മയ്യത്ത് ആംബുലൻസിൽ കൊണ്ടുവരുന്ന കണ്ടിക്കണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ കൂടെ ആംബുലൻസിലൊന്നും എന്ത് ചെയ്തിട്ടില്ല, മയ്യത്തിനുമ്പോ പോയിട്ടില്ല. അങ്ങനെ ഞാന് മയ്യത്തിന്റെ കൂടെ കാക്കാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കാക്ക അങ്ങനെ ശരീരം ഇങ്ങനെ കുലുങ്ങണതും മുഖമൊക്കെ എനിക്ക് കാണാം. മുഖമൊക്കെ ഇവിടെ ഇങ്ങനെ തുന്നി കെട്ടിക്കല്ലേ മുഖമൊക്കെ. അങ്ങനെ വീട്ടിൽ എത്തിയിട്ട് തീരുമാനം എന്താ വെച്ചാല്, വീട്ടിലത്തെ ആളുകൾക്ക് ജസ്റ്റ് നാട്ടിൽ കാലത്ത് കാണിച്ചു കൊടുക്കണില്ല, വീട്ടിലത്തെ വേണ്ടപ്പെട്ടവർക്ക് ജസ്റ്റ് കാണിക്കുക എടുക്കുക എന്നുള്ളതാണ് തീരുമാനം. അങ്ങനെ വീട്ടിൽ കണ്ടെത്തിയപ്പോ ഞാൻ മയ്യത്തിന്റെ മേലത്തെ ക്ലോത്ത് മാറ്റിയിട്ട് പഞ്ഞിങ്ങനെ മാറ്റി നോക്കിയപ്പോണ്ട് ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിത് വണ്ടി ഇങ്ങനെ പോയി തട്ടി നമ്മൾ സൈക്കിൾ മുന്ന് വീണ മാതിരിയല്ല, ബസ്സിനേറ്റ് കൂട്ടിയിടിച്ചതല്ലേ. ആ ഇടിക്കലായത് കൊണ്ട് തന്നെ ശരീരം മൊത്തം കുലുങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ആ നിലക്ക് എന്ത് ചെയ്യാണ്, വീട്ടിക്ക് മയ്യത്ത് എത്തിയപ്പോഴും ഈ ഗ്യാപ്പിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ബ്ലഡ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും, ആംബുലൻസിനുള്ളിൽ വണ്ടി തുറന്നില്ല, പഞ്ഞി എടുത്തിട്ട് മൊത്തം ക്ലീൻ ചെയ്തു. എന്നിട്ട് പുതിയ പഞ്ഞി വെച്ചു മേത്ത്. എന്നിട്ട് എങ്ങോട്ട് കയറ്റി, ഉള്ളിലേക്ക് കയറ്റി
അപ്പം തന്നെ എടുത്തു. ഉമ്മാനെയും മൂത്തച്ഛനെയും കുറച്ച് ആൾക്കാർ മാത്രം കാണിച്ചിട്ട് എടുത്തു. നേരെ കൊണ്ടുപോയിട്ട് കബറടക്കി. ഇന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നറിയോ, എൻ്റെ ജ്യേഷ്ഠന്റെ യഥാർത്ഥ അപകടം പറ്റിയ മുഖം ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. എൻ്റെ ഉമ്മ കണ്ടിട്ടില്ല, മൂത്തച്ഛി കണ്ടിട്ടില്ല, കുട്ടികൾ ആരും കണ്ടിട്ടില്ല. അവരൊക്കെ കാണുന്നത് വൃത്തിയാക്കിയ തുന്നിക്കെട്ടിയ ശരീരമാണ്. ആ പൊളിഞ്ഞ രൂപം ഉണ്ടല്ലോ, ഇത് എന്നതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ദിവസം ഉറക്കം കിട്ടില്ല. കണ്ണടക്കുമ്പോൾ എന്ത് ചെയ്യാണ്, ഹോസ്പിറ്റലിൽ കണ്ട മുഖം എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. കാരണം ആ മുഖമാണ് വായല പല്ലൊക്കെ പൊളിഞ്ഞു പോന്നിട്ടുള്ള ഒരു പ്രത്യേക രൂപം. അപ്പൊ എന്നെ വല്ലാതെ കുലുക്കിയിരുന്നു ആ രൂപം. ആലോചിച്ച് എന്താണ്, നല്ലപോലെ കുടുംബത്തിനെ കൊണ്ടു നടന്നിരുന്ന ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ കണ്ട് പോവാണ്. നമ്മളതിന് സാക്ഷിയാവാണ് കേട്ടോ. ഇതെന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ വല്ലാതെ കുലുക്കിയിട്ടുള്ള ഒരു അനുഭവമാണ്. ഇതേപോലെ ഏതെങ്കിലും അനുഭവങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും? നിങ്ങൾ വല്ലാതെ ഇപ്പൊ ഞാൻ പറഞ്ഞ കഥ പറഞ്ഞതുപോലെയല്ല, ഞാനിത് അനുഭവിച്ചതിന്റെ അനുഭവം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്ത്. അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഞാനിപ്പം +2 കഴിഞ്ഞിരിക്കുന്ന +1 കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. എൻ്റെ 10th സമയം എന്ന് പറഞ്ഞാൽ ഒരു 2023 ജനുവരി. എൻ്റെ ഉമ്മയുടെ ഉമ്മിന്നാണ് ഞാൻ വിളിച്ചത്. ഉമ്മിക്ക് PSC റാങ്ക് ലിസ്റ്റ് വന്നിട്ട് കുറച്ച് കാലമായിരുന്നു. അങ്ങനെ ഡിസംബർ 2022 ഡിസംബർ ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ PSC ഇങ്ങനെ ലിസ്റ്റ് വിളിച്ചിട്ടുണ്ട്, ജോലിക്ക് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞ ലെറ്റർ വന്നു. 2023 ജനുവരി 3 ഉമ്മി ജോലിക്ക് കയറി. ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും, ഉമ്മിയുടെ എല്ലാ ഫാമിലിയിലും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഉമ്മിക്ക് ജോലി കിട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. അങ്ങനെ പിന്നെ ജനുവരി 12 വൈകുന്നേരം ഞാൻ സ്കൂളൊക്കെ വിട്ട് 10th ആയതുകൊണ്ട് തന്നെ കുറേ ട്യൂഷനിലൊക്കെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനന്ന് ഭയങ്കര സന്തോഷത്തോടെയാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനെ വീടെത്താനായപ്പം ഇപ്പൊ വന്ന് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ട്. അപ്പൊ ഞാൻ സാധാരണ എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗമാണ്. അപ്പൊ ഉപ്പ അങ്ങനെ പറഞ്ഞു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ട്. സാധാരണ ജസ്റ്റ് ഒരു വണ്ടി സ്ലിപ്പ് ആവുന്നുണ്ട്. ഞാൻ അങ്ങനെ എന്തോ ആണെന്ന് വിചാരിച്ച് വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ ഉമ്മ സോഫ സെറ്റിൽ ഇരുന്ന് കരയുന്നതാണ്. പിന്നെ ഞാനങ്ങനെ ഉമ്മയോട് ചോദിച്ചപ്പോൾ ഉമ്മയൊന്നും പറയണില്ല. ഉമ്മ എന്നോട് പറഞ്ഞവേ മാറ്റിക്കോ, നമുക്ക് ഉമ്മിന്റെ വീട്ടിൽ പോകണം. അപ്പോൾ എന്നോടൊന്നും പറഞ്ഞില്ല. പിന്നെ കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് ഷാദിം ബഷീറിന്റെ ഏട്ടത്തിന്റെ മോള് മരിച്ചിട്ടുണ്ട്. അവർക്ക് അത് 6 വയസ്സായിട്ടുണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല. പുളിക്കല് ഒരു നോവല് സ്കൂൾ ബസ് മറിഞ്ഞിട്ട് ഒരു 6 വയസ്സുകാരി മരണപ്പെട്ടു എന്നുള്ളത്. അവളെന്ന് പറഞ്ഞാല് ഇവരെ ഏട്ടത്തേക്ക് കുറെ കാലത്തിന് ശേഷം കാത്തിരുന്നുണ്ടായ കുട്ടിയാണ്. ഞങ്ങളുടെ ഫാമിലിയിലെ ഉമ്മിന്റെ ഫാമിലി പറയുകയാണെങ്കിൽ ഞാനൊരു ജനറേഷൻ ഉണ്ട്. അത് കഴിഞ്ഞൊരു 10 വർഷം ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് അവള് ജനിക്കുന്നത്. ഞങ്ങളെല്ലാവരും പൊന്നാര കുട്ടിയായി വളർത്തി അവള് വന്ന് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. ഇങ്ങനത്തെ ചെറിയ കുട്ടികൾ ചിത്താന്ന് വിളിക്കാം. ഇവള് ഓടി വന്ന് ഇവിടെ ഒരു കെട്ടിപ്പിടുത്താ വെക്ക്. ഇവിടെ കെട്ടിപ്പിടിച്ചിട്ട് പിന്നെ മുഖത്ത് നോക്കി അവളെ വിശേഷങ്ങൾ പറയാണ് അവൾ എപ്പോഴുള്ള പണി. അങ്ങനെ അവിടെ എത്തിയിട്ട് എനിക്ക് ഇവരെ ഏട്ടത്തിന്റെ മുഖത്ത് നോക്കാൻ കഴിയണില്ല. ഒരു വല്ലാത്തൊരു മരവിച്ച അവസ്ഥയായിരുന്നു. അന്ന് മുതൽക്ക് എന്റെ ഫാമിലിയിൽ 2 മാസം കൂടുമ്പോൾ ഓരോ മരണങ്ങളായിരുന്നു. പിന്നെ ഒന്ന് മാർച്ചിലാണോ മെയിലാണോ എനിക്ക് ഓർമ്മയില്ല, പറവന്നൂർ വെച്ചിട്ടൊരു മൂത്താപ്പ, എനിക്ക് പേര് കൃത്യമായിട്ട് ഓർമ്മയില്ല, സംഘടനയുടെ ഒരു വലിയ ആളായിരുന്നു. പിന്നെ അതുപോലെ ഷാദിം ബഷീറിന്റെ ഉമ്മ, സിദ്ദിഖ വല്ലാറ്. പിന്നെ അതിലെല്ലാം പുറമെ എനിക്ക് എന്റെ ലൈഫിൽ ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് എന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തായിരുന്നു എന്റെ ഉമ്മിന്റെ ഉമ്മ. നമ്മളെ ഈ ഒരു സംഘടനയില് MGMലെ ഒരു മുതിർന്ന നേതാവായിരുന്നു ഉമ്മ. ഈ MGM ഒക്കെ തുടങ്ങുന്ന സമയത്ത് കോയമ്പത്തൂര് പോയിട്ടും 1990, 2000 ആ ഒരു കാലഘട്ടത്തിലാണ് കോയമ്പത്തൂർ അങ്ങനെ പുറമെ ഉള്ള സ്ഥലങ്ങളിലേക്ക് പോയിട്ട് സ്ത്രീകളെ ഈ ഒരു മുജാഹിദിലേക്ക് വിളിച്ച് വരലായിരുന്നു ഉമ്മ. നല്ലൊരു ഈ സംഘടനാ പ്രവർത്തനത്തില് നല്ല പ്രവർത്തിച്ച ഒരാളായിരുന്നു. വലിയമ്മന്റെ പേര് ആസിയ ടീച്ചറാണ്. മീൻചന്ത സ്കൂളിലൊക്കെ ടീച്ചറായിരുന്നു. അത് സെപ്റ്റംബർ 7 ജന്മദിനം കൂടിയാണ്. എന്റെ മൂത്തമ്മന്റെ മോളും ഞങ്ങൾ രണ്ടാളും ജനിച്ചത് ഏകദേശം വർഷ വ്യത്യാസം ദിവസം സെയിം ആണ്. എനിക്ക് പിറ്റേന്ന് ഫിസിക്സ് എക്സാം ആണ് സ്കൂളിൽ, യൂണിറ്റ് ടെസ്റ്റ് ആണ്. അങ്ങനെ എന്റെ ബുക്ക് ഫ്രണ്ടിന് എടുത്താണ്ട് വലിയമ്മക്ക് ചെറിയൊരു ക്യാൻസർ ഉണ്ടായിരുന്നു. അത് അറിഞ്ഞത് ഒരു മെയ് സമയത്താണ്. എനിക്ക് വലിയമ്മന്റെ ഏറ്റവും ആഗ്രഹം എനിക്ക് 10th ഫുൾ A+ വാങ്ങണമെന്നായിരുന്നു. ഞാനങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് അന്ന്
അപ്പൊ ആ സമയത്താണ് അറിഞ്ഞത് വലിയമ്മക്ക് ക്യാൻസർ ആണെന്നുള്ളത്. ഞങ്ങളെ ഫാമിലിനെ മുഴുവന് തകർത്തിയ ഒരു വിഷയമായിരുന്നു അത്. ഞാൻ അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, റിസൾട്ട് പറയാൻ പോയപ്പോ വീട്ടിൽ മുഴുവൻ വലിയമ്മ പറഞ്ഞാൽ ഇങ്ങനെ സംഘടന പ്രവർത്തനം പറഞ്ഞിട്ട് വലിയമ്മന് പരിചയമുള്ള പലരും ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് വലിയമ്മനൊക്കെ കാണാൻ വന്ന ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെ വലിയമ്മനെ കൂട്ടി പിടിച്ച് ഇങ്ങനെ കിട്ടി കിട്ടോ, ഞാൻ അങ്ങനെ എല്ലായിടത്തും പോയി. അങ്ങനെ പിന്നെ ഞാൻ സ്ഥിരം, നമുക്ക് 10 കഴിഞ്ഞാൽ 3 മാസത്തെ വെക്കേഷൻ ഉണ്ടാവില്ല, ഞാൻ സ്ഥിരം ഉമ്മിന്റെ വീട്ടിൽ തന്നെയായിരുന്നു. എന്റെ വീട് പുത്തൂരാണ്, പുത്തൂർക്ക് വരലൊന്നുമില്ലായിരുന്നു. അങ്ങനെ സെപ്റ്റംബർ പിന്നെ വലിയമ്മന്റെ വീട്ടിൽ സ്കൂൾക്ക് വരലും പോവലും കാര്യങ്ങളൊക്കെ. അങ്ങനെ പിന്നെ സെപ്റ്റംബർ 7 വെള്ളിയാഴ്ചയാണ്. അതിന്റെ മുന്നത്തെ ചൊവ്വ വരെ ഞാൻ വലിയമ്മന്റെ അടുത്തുണ്ടായിരുന്നു. പിന്നെ എക്സാമും കാര്യങ്ങളായതുകൊണ്ട് എന്റെ വീട്ടിലേക്ക് വന്ന്. അപ്പൊ ഉമ്മി എന്റെ വീട്ടിലുണ്ടാവില്ല, ഉമ്മി ഇപ്പോഴും ഉമ്മിന്റെ വീട്ടിൽ തന്നെ വലിയമ്മനെ നോക്കി ഇതാക്കി തന്നെ. അങ്ങനെ ഉമ്മി വന്ന്, ഉമ്മിക്ക് ഒരു ചെറിയൊരു എക്സാം ഉള്ളതുകൊണ്ട് അത് അറ്റൻഡ് ചെയ്യാൻ ഉമ്മി വന്ന്. എന്നിട്ട് ഒരു 9:30 സമയമാകുമ്പോൾ ഉമ്മിന്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്, വലിയമ്മക്ക് ഓക്സിജന്റെ ലെവല് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് വരണം പറഞ്ഞിട്ട്. സാധാരണ അങ്ങനെ വിളിച്ചാൽ അവിടെ കുളിക്കൽ BM ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടുപോകും, കുറച്ച് കഴിഞ്ഞ് വരും. ഉമ്മി അങ്ങനെ എന്നെ വാതിലൊക്കെ കുറ്റിയിട്ടിട്ട് നീ ഇവിടെ കിടന്നോ, ഞങ്ങൾ വരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി. ഒരു 3:30 സമയമാകുമ്പോൾ കോള് വരുന്നുണ്ട്. ഞാൻ ഉറക്കപ്പിച്ചെടുത്ത് എന്താന്ന് ചോദിച്ചു, ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചോ പറഞ്ഞു. എന്തിനാന്ന് ചോദിച്ചു, അപ്പഴാണ് വിളിക്കുന്നത്. അപ്പൊ ഉമ്മ മരിച്ചു പറഞ്ഞ അപ്പൊ ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു. അപ്പൊ കഴിഞ്ഞത് ഞാൻ ജീവിതത്തിൽ ഫോൺ വിളിക്കാണ് ആദ്യം കേട്ടത് ആ ഒരു സമയമായിരുന്നു. എന്നിട്ട് പിന്നെ അങ്ങനെ ഉമ്മ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല, എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ തീരെ കഴിയില്ല. ഞാൻ കുറെ കരഞ്ഞു. പിന്നെ എനിക്ക് എന്റെ പേടിന്റെ അനിയൻ എന്ത് ചെയ്യണമെന്നായിരുന്നു. അവനെന്ന് പറഞ്ഞാൽ ഇനിയും എന്റെ ഉമ്മിനെക്കാട്ടി ഇഷ്ടം എനിക്ക് വെല്ലുമ്മനായിരുന്നു. ഓനക്ക് വെല്ലുമ്മ ഉണ്ടായാൽ മതി, വേറെ ഒന്നും വേണ്ട. ഞങ്ങൾ ഒരു ഫോണിന് അഡിക്റ്റാണ്, പക്ഷെ നമുക്ക് വെല്ലുമ്മ ഉണ്ടായ ഫോൺ വേണ്ട. അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു. എന്നിട്ട് ഞാൻ ഓനോട് പറഞ്ഞു, ഓനൊരു മരവിച്ച അവസ്ഥയിലായിരുന്നു. അങ്ങനെ എളാപ്പന്റെ കൂടെ അങ്ങനെ അവിടെ പോയി. അവിടെ എത്തിയിട്ട് ആൾക്കാർ മുഴുവൻ ഇങ്ങനെ നോക്കി നിൽക്കണം. ഞാൻ അതുവരെ എന്നെ കഴിഞ്ഞോട്ടോടെ പിടിച്ചിരുന്നു. പിന്നെ എനിക്ക് എന്നെ കൊണ്ട് കഴിഞ്ഞില്ല, ഒരുമാതിരി ഒരു മരവിച്ചൊരവസ്ഥ. എന്നിട്ട് പിന്നെ അങ്ങനെ വെല്ലുമ്മനൊപ്പം കുളിപ്പിക്കാൻ കയറ്റിയിട്ടുണ്ട്. വെല്ലുമ്മന്റെ ആ ഒരു ശരീരം കഴിഞ്ഞിട്ട് എന്താ ആ ഒരു സമയത്ത് നമ്മൾ എന്താണ് അനുഭവിച്ചതെന്ന് പറയാൻ കഴിയൂല. ഒരു കരയണോ ഉമ്മിനെ ആശ്വസിപ്പിക്കണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ വെല്ലുമ്മന്റെ മയ്യത്ത് എടുത്തത് പിറ്റേന്ന് രാവിലെയാണ്. മൂത്തമ്മ വരാനുള്ള ചെറിയൊരു ടൈം ആയിരുന്നുണ്ട്. അന്ന് ഇങ്ങനെ വെല്ലുമ്മനെ നോക്കിക്കുമ്പോ എന്തോ കരയണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഫ്രീസറിൽ വെച്ചിരുന്നു. ഒരു ദിവസം മുഴുവനെ മയ്യത്ത് വെക്കണം എന്നുള്ളതുകൊണ്ട്. എന്നിട്ട് എന്റെ പണി വെല്ലുമ്മന്റെ ആ ഫ്രീസറില് മഞ്ഞ് ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ അടിയുമ്പോൾ തുടക്കലായിരുന്നു. എന്നിട്ട് വെല്ലുമ്മ കുമ്പ് കൊടുക്കുക, അതുണ്ടായിരുന്നു. ഇപ്പോഴും ചില സമയത്ത് ഇങ്ങനെ തോന്നും. ഇവിടേക്കൊക്കെ വരുമ്പോ വെല്ലുമ്മന്റെ ആഗ്രഹമാണ് ഞാൻ ഇങ്ങനത്തെ ക്യാമ്പിനൊക്കെ പോകണം എന്നുള്ളത്. ഞാൻ ഉമ്മനോട് അത് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. കുടുംബമൊന്നല്ല, ആശയോടെ നമ്പർ പോയത്. ഞാൻ 6ാം ക്ലാസ്സിൽ ഖുർആൻ പഠിക്കാൻ സാറ്. അപ്പൊ അത്ര സാറോട് അത്ര കമ്പനിയല്ല, ജസ്റ്റ് ഖുർആൻ പഠിക്കാൻ എനിക്ക് വരിക. ഉംറക്ക് ഏപ്രിൽ 29-നാണ് ഞങ്ങൾക്ക് ടിക്കറ്റ്. സാർക്ക് ഏപ്രിൽ 27. അപ്പൊ അവിടെ എത്തിയതിനു ശേഷമാണ് നല്ല കമ്പനിയാണത്. ഞങ്ങളപ്പുറത്ത് കമ്പനി കഴിച്ചാറ് ഭയങ്കര കമ്പനി കഴിച്ചാൽ എന്നെ ഓളേന്ന് വിളിക്കുക. ഫുഡ് കഴിക്കുമ്പോഴൊക്കെ അവന്ന് വിളിക്കും, അപ്പുറം ഫുഡ് കഴിക്കും. ഒരു ഇപ്പം അമീറായിട്ടാണ് സൽമാഷ് പോയത്. എന്തൊക്കെ അമീറായിട്ടാണ് പോയത്. അപ്പം ഇവര് തമ്മിൽ ഭയങ്കര ബോണ്ടിങ്. പിന്നെ ആളെ കാണാതായത് കണ്ടെത്തുന്നൊക്കെ ഇത് ഇപ്പോഴും ഓർമ്മ വേണം. എന്താ വെച്ചാല് നമ്മളിങ്ങനെ ഇൻട്രൊഡക്ഷന്റെ ടൈം ഉണ്ട്, ലാസ്റ്റ് ദിവസമാണ് ഞങ്ങൾക്ക് ഇത് വെച്ചത്. അപ്പം അതിലൊരു താത്ത ഇവരെ പേര് വെറൈറ്റി ആണല്ലോ, ഗുൽസർ. അപ്പൊ ആ താത്തന്റെ വിചാരം എല്ലാരും സാറ് സാറ് കൂട്ടി വിളിക്കണം. അപ്പൊ താത്ത എന്ന് പറഞ്ഞ് ഞാൻ ഇത്രയും വിചാരിച്ചത് നിങ്ങളെ ഗുൽ സാർ 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 എന്ന് വിളിക്കണമെന്ന്. അപ്പൊ നീനോട് പറഞ്ഞ് എന്റെ പേര് ഗുൽസർ എന്നാണ്, വെറൈറ്റി ആണ്, ഇമ്മട്ടതാണ്, ഇങ്ങനെ പേര് എനിക്ക് ആർക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എന്താ പറയാ ചിരിച്ചിപ്പോഴും ആ ഫേസ് ഇപ്പോഴും പോയിട്ടില്ല. പിന്നെ പിറ്റേ ദിവസമാണ് അവർ പോണ ദിവസമായത്. അപ്പം
സത്യം പറഞ്ഞാൽ സാർ ഭയങ്കരമായിട്ട് ഇടങ്ങേറായിക്കണ്. എന്നുവെച്ചാല് പോണ വഴിക്കല് അമീറാകുമ്പോ അതിന്റെ അത്രത്തോളം അതിന്റെ ഇതിന്റെ ഇതിന്റെ അമീറായിട്ട് എനിക്ക് മനസ്സിലായി. ഒരു പോണ വഴിക്കല് ടണലൊക്കെ ഉണ്ടാവുമല്ലോ, ഈ ടണലിന്റെ ഉള്ളിൽ ഒരു കാറ് കത്തി, അവിടെ ബസ്സിന്റെ മുമ്പിലുള്ള ഒരു കാറ് കത്തി. അപ്പൊ ഈ ഫ്ലൈറ്റിന്റെ ടൈം എന്ന് പറയുമ്പോൾ 2 മണിക്കൂർ മുമ്പ് നമ്മുടെ എയർപോർട്ടിൽ എത്തിയില്ലെങ്കിൽ ഫ്ലൈറ്റ് പോയി. അപ്പം കുറെ ബ്ലോക്കായി, അതിന് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് സാർ. അത് കഴിഞ്ഞ് എയർപോർട്ടിൽ എത്തിയപ്പോഴത്തേനും ഇവിടെ ഉമ്മക്ക് മെയിനായിട്ട് പോകുന്ന അധികം ആൾക്കാരും സംസം കാരക്കൊക്കെ കൊണ്ടുവരാൻ ഇപ്പോൾ ഓർക്ക് അതും കിട്ടിയില്ല. ആകെപ്പാടെന്താ പറയാ, എല്ലാം കൂടി തറങ്ങാടായി. ഇത് പെട്ടെന്നുള്ള പോക്കായിരുന്നു. ഇതിന് ഇതൊന്നുമല്ല, എൻ്റെ ഉപ്പൻ്റെ അടുത്തിരുന്ന ഓരോ കാരൊക്കെ കൊടുത്തു വെച്ചിരുന്നത് കെട്ടി. ഇപ്പം ഓരോ അമീറായിട്ട് ഉപ്പൻ്റെ അടുത്തിന് കൊടുത്തു വെച്ചിരുന്നത്. അപ്പം ഞങ്ങൾ പിറ്റേ ദിവസം നാട്ടിലെത്തി. അപ്പം ഉപ്പനെ സമാശ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ പറഞ്ഞു കാരൊക്കെ അവിടെ ഉണ്ട്, ഇങ്ങോട്ട് വരണം തരണ്ട് എന്നൊക്കെ പറഞ്ഞ് വെച്ച്. പിറ്റേ ദിവസം കേൾക്കണത് സാറ് മരിച്ചു എന്നുള്ളതാണ്. ഇപ്പോഴും എന്റെ മോളെ പിന്നെ സങ്കടം കൊടുത്തല്ല, എന്റെ കുടുംബമൊന്നല്ല, പക്ഷെ എന്നാലും വിട്ടു വരാൻ. എനിക്ക് ഇനി നിങ്ങളെ ഓരോരുത്തരെ വിളിക്കണം എന്നുണ്ട്, പക്ഷേ ഒന്ന് സമയം അനുവദിക്കൂല എന്നുള്ളതുകൊണ്ട് ഞാൻ വിളിക്കണില്ല. വരണോ? ആ എന്നാ പറഞ്ഞോ, നിനക്കും കൂടെ അവസരം തരാം. ആ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയാ? എന്നാല് ഓക്കെ, ഞാൻ അവസരം തരാം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളെ പ്രിയപ്പെട്ടവരുടെ മരണത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പിന്നെ നമുക്ക് പ്രയാസം വരികയാണ്. ഇനി നമ്മൾ പ്രിയപ്പെട്ടവരല്ലെങ്കിലും ഒരാൾ മരണത്തിന് ഈ വിഷയങ്ങൾ പറയുമ്പോഴും നമ്മൾ വല്ലാതെ പ്രയാസപ്പെടുകയാണ്, അല്ലേ? ഇങ്ങനെയാണല്ലോ. പക്ഷെ നമ്മളോട് തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇതിൽ നിന്ന് നമുക്ക് ആർക്കെങ്കിലും ഒഴിവാകാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. നമുക്ക് ആർക്കെങ്കിലും, ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ജീവൻ ഉണ്ടായതുകൊണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ മരണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വരുന്നൊരു യാഥാർത്ഥ്യമാണ്. വല്യപ്പാന്റെ മരണമൊക്കെ അല്ലെങ്കിൽ ഉത്സർമാഷ ആയിക്കോട്ടെ, ഉപ്പാന്റെ ആയിക്കോട്ടെ, അതൊക്കെ ഒരു നമ്മൾ അനുഭവിച്ച പ്രയാസമാണ്. നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയോ? ഇല്ല. നമ്മളെ വല്യപ്പയും ഉപ്പയും മറ്റുള്ള ആളുകളും അനുഭവിച്ച അതേ ഒരു വഴി നമ്മളെല്ലാവരും ഫേസ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അപ്പൊ അതിനു മുമ്പ് ഞാനിവിടെ വെച്ച SEC സെൽഫ് ഇവാലുവേഷൻ ക്ലോക്ക് എന്തുള്ളതല്ല, എന്തിനുള്ളതല്ല, മറ്റുള്ളവരുടെ അവർ മരണപ്പെട്ടു പോയി, പക്ഷെ നമ്മൾ അവരുടെ മരണപ്പെട്ടു പോയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുൽസാർ മാഷ് നിസ്കാരത്തിന് നമ്മൾ മറുപടി പറയണോ? ആണോ? ഗുൽസാർ മാഷയുടെ അള്ളാഹുവുമായുള്ള ബന്ധത്തിന് നമുക്കെല്ലാം പ്രശ്നമുണ്ടോ? അതേപോലെ തന്നെ ഖുർആനുമായുള്ള ബന്ധത്തിന്, ഇസ്ലാമിക് ഐഡന്റിറ്റിക്ക്, ഇസ്ലാമിക് ബിഹേവിയറിന് പ്രശ്നമുണ്ടോ? നമുക്ക് വല്ല പ്രശ്നമുണ്ടോ? ഗുൽസാർ മാഷ് തക്കുവനെ കുറിച്ച് നമ്മോട് ചോദിക്കോ? ഇല്ല. എന്നാൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റുള്ളവരുടെ മരണത്തെക്കുറിച്ചോ അവരുടെ വിഷയമോ അല്ല, നമ്മളിലേക്ക് വരികയാണ്. ഓക്കെ, നിങ്ങളെ മരണത്തിനെ കുറിച്ച് ചിന്തിപ്പിക്കുക എന്നുള്ളത് ഇത് ഡെത്ത് കഫേ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റമാണ് കേട്ടോ. ഇത് പ്രൊഫഷണൽ ക്യാമ്പുകളിലൊക്കെ നടക്കുന്ന ഡെത്ത് കഫേന്റെ ഒരു മൈനർ ഇതാണ് ഞങ്ങളിപ്പോൾ പ്രസന്റ് ചെയ്തത്. ശരിക്കും അവിടെ എങ്ങനെ വെച്ചാൽ ഇരിക്കുന്ന എല്ലാവരും മരണത്തിനെ കുറിച്ച് ഷെയർ ചെയ്യാം. ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു മരണത്തിന്റെ ആംബിയൻസ് ഉണ്ടായി മാറുന്നുള്ളതാണ്. അപ്പൊ നമുക്കിവിടെ നമ്മൾ ഈ അടുത്ത കാലത്ത് ഗുൽസാർ മാഷിനെ പോലെ നമ്മളെല്ലാവരെയും നടുക്കി ഒരാളുടെ മരണത്തിനെ കുറിച്ച് കേട്ടപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, കുറച്ചും കൂടി ടച്ച് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു അറ്റ്മോസ്ഫിയറിന് വേറെ കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. ഈ അറ്റ്മോസ്ഫിയറിൽ പിന്നെ എനിക്കിവിടെ ശരിക്കും ഞാൻ MSMന്റെ ക്യാമ്പാണ് ഞാൻ ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്യുന്ന നിങ്ങൾ ഞാൻ ചെയ്യാൻ ചെയ്ത് എങ്ങനെ വെച്ചാൽ കണ്ണൂർ പ്രോഗ്രാമിന് പോയപ്പോൾ ഒരാളോട് കെടുക്കാൻ പറഞ്ഞു. അവനെ വെള്ള തുണി കൊണ്ട് മൂടി. ഞാനിവിടെ ചെയ്യണം അങ്ങനെ ആലോചിച്ചു. ഇന്ന് ഞാൻ അതും കൂടി ഇന്ന് ചെയ്താൽ അപ്പൊ ഇന്ന് രാത്രി ഉറങ്ങുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാവും. MSMന്റെ ക്യാമ്പിനാണ് കുറച്ചും ചെയ്യാൻ ധൈര്യം ഉണ്ടാവും. എന്ന് ഞാൻ അവരോട് പറയൽ എന്താണെന്ന് നിങ്ങള് അതിൻ്റെ ഉള്ളിൽ മൂടിയിട്ട പിന്നെ മുഖം കാണൂലല്ലോ, ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് നിങ്ങളാണ് എന്ന് പറയും. അപ്പൊ ഈ ഒരു മൊമെന്റിൽ ഞാൻ നിങ്ങളോട് അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി അത് വരും. എന്നിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും എന്നുള്ളതാണ് ആ സെഷന്റെ ഒരു രീതി. ഇവിടെ ഞാൻ എന്ത് ചെയ്യണില്ല, തൽക്കാലം അതിലേക്ക് പോകണില്ല. അത് ഞാൻ ഓർമ്മ ഇല്ലാത്തതുകൊണ്ടല്ല, ഞാൻ നിങ്ങൾ ഗേൾസ് ആയതുകൊണ്ട് മനഃപൂർവ്വം എന്ത് ചെയ്താണ്
സ്കിപ്പ് ചെയ്താണ് ആ ഐറ്റം. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നത് ഇന്ന് തന്നെ ഇപ്പൊ ഇന്ന് രാത്രി ഇവര് പ്രയാസം പിന്നെ ബുദ്ധിമുട്ടാവോ എന്നുള്ളതാണ്. ഞാൻ നിങ്ങളുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, എന്റെ ക്ലാസ് കേട്ടെങ്കിൽ ആ ഒരു ഇന്ന് ഞാൻ നുബിലനോട് ഞാൻ പറഞ്ഞു തോന്നുന്നു, ഞാൻ ഇന്ന് പിന്നെ കുട്ടികൾ കരയോ അല്ലെങ്കിൽ ഒരു കരയിപ്പിക്കുന്ന ആളായി ഞാൻ നിങ്ങൾ ആരും കരയിപ്പിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ റിയാലിറ്റി പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് നിങ്ങളതായിട്ടുള്ള ബന്ധത്തിലുള്ളവരെ കുറിച്ച് ആലോചിച്ചപ്പോൾ അങ്ങ് കരച്ചു വന്നത്, അല്ലാതെ ഞാൻ പറഞ്ഞ മരണം കേട്ടിട്ടൊന്നും ആയിരിക്കണമെന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ്. ഫസ്റ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് റിലേഷൻ വിത്ത് അള്ളാഹ്. അള്ളാഹുമായിട്ടുള്ള പിന്നെ വല്യപ്പാന്റെയോ ഉപ്പാന്റെയോ ഉമ്മാന്റെയോ മാഷിന്റെയോ ബന്ധമല്ല, അള്ളാഹുമായിട്ടുള്ള എൻ്റെ ബന്ധം എങ്ങനെയാണ്. അള്ളാഹുമായിട്ടുള്ള എൻ്റെ ബന്ധം എന്ന് വെച്ചാൽ ഞാൻ മരണപ്പെട്ട് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അള്ളാഹിനെ കണ്ടുമുട്ടുന്ന സമയത്ത് അള്ളാഹു ഞാനും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും. ഒരാൾ അള്ളാഹുമായിട്ട് നല്ല ബന്ധമുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മളൊരു റിങ് കിട്ടി ഇവിടുന്ന്, സ്വർണത്തിന്റെ കളറാണ്. നമ്മൾ ചെക്ക് ചെയ്യൽ എങ്ങനെയാണെന്ന് ഒരതി നോക്കും. എങ്ങനെ ഒരതിയാലും അതിൽ നിന്ന് എന്റെ നിറം മാറണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവാം അത് ഗോൾഡ് തന്നെയാണ്, അല്ലേ? എന്നാൽ നിങ്ങൾക്ക് അള്ളാഹുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ഒരതി നോക്കാനുള്ള ഒരു മാർഗം പറഞ്ഞിട്ടെ അള്ളാഹുമായിട്ട് ഒരു ബന്ധം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ ദിവസവും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ആളാവും. ആൻസർ ഒന്നും ആരും പറയണ്ട. കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും അള്ളാഹുമായിട്ട്. നിങ്ങളുടെ ക്ലാസ്സിൽ 40 കുട്ടികളുമായി കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷെ നിങ്ങളെ ബെസ്റ്റ് 2-3 ഫ്രണ്ട്സുമായി നിങ്ങൾ എന്തായാലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. കാരണം അവരുമായി ഒരു റിലേഷൻ നിങ്ങൾക്കുണ്ട്. അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു, അള്ളാഹുവിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു, ക്ലാസ് കേൾക്കുന്നു, പക്ഷെ സ്പെഷ്യൽ ആയിക്കൊണ്ട് പടച്ചോനോട് ചെന്നുകാണ്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? പടച്ചോനെ എനിക്ക് ഇങ്ങനെ പ്രയാസമുണ്ട് കേട്ടോ, ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, അൽഹംദുലില്ലാ പടച്ചോനെ ഞങ്ങൾക്ക് സാധിപ്പിച്ചു തന്നല്ലോ. ഇങ്ങനെ എല്ലാ ദിവസവും പടച്ചോനെ എൻ്റെ അടുത്ത് എന്തൊക്കെയോ തെറ്റ് വരുന്നുണ്ട്, പടച്ചോനെ പുറത്തുകൊണ്ട, പടച്ചോനെ എനിക്കിതിൽ നല്ലൊരു മാർഗം. എന്ത് നിസാര കാര്യങ്ങൾക്കും അള്ളാഹുമായിട്ടുള്ള ഒരു റിലേഷൻ എനിക്കുണ്ടോ? എന്നെ വാല്യുവേറ്റ് ചെയ്യാണ്. എൻ്റെ മനസ്സിൽ അള്ളാഹ്ക്ക് ഒരു സ്ഥാനമുണ്ടോ? അതല്ല എൻ്റെ ലൈഫ് അത് നോക്കിയിട്ട് അള്ളാഹു എന്നെ ഇഷ്ടപ്പെട്ടുകണോ? അള്ളാഹുവിനോട് ചോദിക്കണം മലക്കുകൾ, പടച്ചോനെ ഇന്നൊരു പെൺകുട്ടി ഉണ്ടല്ലോ ഇന്ന സ്ഥലത്ത്, അവനെ നിനക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അവൾ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയാൻ എൻ്റെ ലൈഫ് കൊണ്ട് അള്ളാഹിന്റെ ഇഷ്ടം സമ്പാദിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എൻ്റെ പ്രാർത്ഥന കൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എൻ്റെ പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും അള്ളാഹിന്റെ അടുത്തൊരു റിലേഷൻ, ഒരു പ്രത്യേകമായിട്ടുള്ള പരിഗണന കിട്ടാൻ, അല്ലെ? അല്ലെ? നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ റബ്ബ് നിങ്ങളെ എങ്ങനെ പരിഗണിക്കാനാ? അപ്പൊ നിങ്ങളെ പരിഗണിക്കാനുള്ള പ്രധാന കണ്ടീഷൻ എന്താണ്? അള്ളാഹുമായിട്ടുള്ള വല്ലാത്ത എപ്പോഴും പ്രാർത്ഥിക്കുക, വല്ലാത്തൊരു അറ്റാച്ച്മെന്റ്. പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പടച്ചോ മുമ്പിലേക്ക് വരുന്നത് പോലെ ഫീൽ ചെയ്യണം, എല്ലാ അസ്തമുള്ള അതല്ല. യെസ്, അപ്പൊ നമുക്ക് മനസ്സിലായി ഞാൻ നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കലുണ്ട്, പക്ഷെ അങ്ങനെയൊന്നുമില്ല. പിന്നെ എപ്പോഴെങ്കിലും മരണം, അസുഖം, ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ പ്രാർത്ഥിക്കും. അങ്ങനെ ഉണ്ടോ? നിങ്ങളുടെ അടുത്ത് ഒരാള് സഹായം ചോദിച്ചു വരുന്നു, അയാൾക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി നിങ്ങളടുത്ത് ഭയങ്കര ബന്ധം, അയാൾക്കൊരു പ്രശ്നമില്ലെങ്കിൽ നിങ്ങളടുത്തേക്ക് വരുന്നേ ഇല്ല. അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നിങ്ങളടുത്ത് വന്നിട്ട് നിങ്ങൾ ഭയങ്കര സോപ്പിടൽ ചോദിക്കലൊക്കെയാണ്, പക്ഷെ അയാൾക്ക് പ്രയാസം ഇല്ലാത്തപ്പോൾ നിങ്ങളടുത്തേക്ക് വരുന്നില്ല. പിന്നെ അയാള് ഒരു സമയത്ത് നിങ്ങളടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കാം? കുറെ കാലത്തിന് ശേഷം വരുന്നുണ്ട്, എന്തോ ഒരു ആവശ്യം ഉണ്ടാവും, അല്ലേ? പറയില്ല നിങ്ങള്? കുറെ കാലത്തിന് ശേഷം വരുന്നുണ്ട്, എന്തോ ഒരു ആവശ്യം ഉണ്ടാവും. അതിനർത്ഥം നിങ്ങൾക്ക് എന്തില്ല, അയാളെ ശരിക്കും നിങ്ങൾക്ക് എന്തല്ല, നല്ല അഭിപ്രായം ഉണ്ടോ? അല്ല. യെസ്. അപ്പൊ നമ്മളിവിടെ ഒന്നിന്റെ ഞാൻ ഇത് സമയം കുറെ കളയായിരിക്കാൻ വേണ്ടി ഒന്ന് ഇവിടെ ഉണ്ട്, റിലേഷൻ വിത്ത് അള്ളാഹ് എന്നുള്ള നിങ്ങൾ ഒരു സ്റ്റാർ കൊടുത്തു. പക്ഷേ സെൽഫ് ഇവാലുവേഷൻ ക്ലോക്ക് SECന്റെ റിഫ്ലക്ഷനിൽ ഇപ്പുറം ഒരു പോയിന്റ് ഉണ്ട്. സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഇട്ട മാർക്ക് ശരിയാണോ, ആ സ്റ്റാറിന് എനിക്ക് അർഹതയുണ്ടോ എന്നും ചെക്ക് ചെയ്യാം. ഇല്ല എങ്കിൽ സിൻസിയർലി അത് മാറ്റി മാർക്ക് ചെയ്യാം. ചോദ്യം ക്ലിയർ ആയോ? ഇവിടെ റിലേഷൻ വിത്ത് അള്ളക്ക് ഞാനൊരു മാർക്ക് ഫസ്റ്റ് ഇട്ടു. ഇപ്പൊ ഞാൻ ആലോചിച്ചപ്പോഴാണ് അള്ളാഹുമായിട്ട്
അങ്ങനത്തെ ബന്ധമൊന്നും എനിക്കില്ലല്ലോ. പ്രാർത്ഥന, ഒരു അറ്റാച്ച്മെന്റ്, പടച്ചോనికి ഇന്ന ഇഷ്ടം പടച്ചോനെ ഇഷ്ടമൊക്കെ ഞാൻ എന്റെ ലൈഫ് ഉണ്ടാക്കിക്കണോ? അതിന് മാത്രമൊന്നും ഇല്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ യഥാർത്ഥ നിങ്ങൾ ഇതിന് നേരെ വരണ്ട് ഓപ്പോസിറ്റ് വരൂലേ? യെസ്, ഇവിടെ 1 ഉണ്ട്. 1 1 ഇടാവൂ. ഞാൻ കൂടെ പറയുന്ന പേരതിലില്ല. 1 എന്താണ്? 5 20% ആണ് 1. അതല്ല, പടച്ചോന്റെ അടുത്തൊരു പാസ് മാർക്ക് എനിക്ക് കിട്ടണം 40% ഉണ്ടെങ്കിൽ അത് ഇവിടെ വരാൻ പാടുള്ളൂ. എപ്പോഴും അള്ളാഹുമായിട്ട് ബന്ധമുണ്ട്, അപ്പൊ കുഴപ്പമില്ല, ഒരു 3 വരാം. അള്ളാഹുമായിട്ട് വല്ലാത്ത അറ്റാച്ച്മെന്റ് ആണ്, വരാം. പടച്ചവന്റെ മുമ്പിൽ ഞാൻ ചെന്നാൽ എനിക്ക് സ്വർഗം ഉറപ്പാണ്, ഒരു തെറ്റ് പോലും ലൈഫിലില്ല, അത് ഉറപ്പാണ്. 5 പോവാം. സത്യസന്ധമായിട്ടുള്ള മാർക്ക് ഇവിടെ ഇടാം. ഇട്ടല്ലോ യെസ്. നേരത്തെ ഇട്ട മാർക്ക് അധിക ആളുകളതും മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഞാൻ പറഞ്ഞില്ല, ആരും കൈവെക്കൊന്നും വേണ്ട. യെസ്. അപ്പോ ഇവിടുത്തത് എന്തല്ലായിരുന്നു? റിയൽ ഇവാലുവേഷൻ അല്ലായിരുന്നു. ഇവിടുത്തതാണ് ഇപ്പൊ എന്ത് ചെയ്തത്? റിയൽ ഇവാലുവേഷൻ ആയത്. യെസ്, ശരി. ആം ഐ കറക്റ്റ്? ദെൻ സെക്കൻഡ് 1, സ്വലാത്ത്, നിസ്കാരം, 5 വക്ത് നിസ്കാരം. യെസ്, 5 വക്ത് നിസ്കാരം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ വേണ്ട, ഇന്ന് മഗ്രിബ് നിസ്കരിച്ചു നിങ്ങൾ, ഇന്നത്തെ മഗ്രിബ് നിസ്കാരം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഉള്ള കണ്ടീഷൻസ് എന്തൊക്കെയൊന്ന് പറഞ്ഞേ. കേക്കട്ടെ. അല്ല, അത് ഒതു നീ അതിന്റെ ഫിഖഹി വിട്ടോളിങ്ങൾ. 1, ആ നമസ്കാര തുടക്കം മുതൽ അവസാനം വരെ നമസ്കാരത്തിൽ മാത്രം ശ്രദ്ധ വേണമായിരുന്നു. ഓക്കെ, 1. ദെൻ സെക്കൻഡ് 1 വരട്ടെ. അതിന്റെ ഓരോ സ്റ്റെപ്പുകളും നല്ല ഭക്തിയോടുകൂടി അടക്കത്തോട് ഒതുക്കത്തോടും ചെയ്യണം എന്നായിരുന്നു. ഫർള് ഷർത്തൊന്നും പറയണ്ട കേട്ടോ. 3-മത്തത് കഴിഞ്ഞിട്ടില്ലല്ലോ. നല്ല ഭക്തിയോടുകൂടി അതിൽ ഓരോ പ്രാർത്ഥനയും ദിക്റുകളും നിർവഹിക്കണമായിരുന്നു. ഒരു പ്രധാനപ്പെട്ട കണ്ടീഷൻ ഉണ്ട്, ഒരു വളരെ ഇമ്പോർട്ടന്റ് കണ്ടീഷൻ ഉണ്ട്. അതിനെന്താ പറയാ? ഇഹ്സാൻ എന്നൊരു സാധനം വേണം നമസ്കരിക്കുമ്പോ. എന്താണ്? അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാഹു വ ഇല്ലം തകുൻ തറാഹു വ ഇന്നഹു യറാക. എന്ന് വെച്ചാൽ അള്ളാഹു നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അള്ളാഹുവിനെ നിങ്ങൾ കാണുന്നുണ്ട് എന്നതുപോലെ നിസ്കരിക്കണം. നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണുന്നില്ല എങ്കിലും അള്ളാഹു നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. നിസ്കാരം സ്വീകരിക്കാനുള്ള കണ്ടീഷൻ ആയിരുന്നു. കഴിഞ്ഞോ? അത് ഒക്കെ ഷർത്തും ഞാൻ പറഞ്ഞില്ലേ, ഷർത്തും പറഞ്ഞു ബൈക്ക് പോണ്ട. നിസ്കാരത്തിന് ക്വാളിറ്റി അളക്കുന്നതിൽ ഉണ്ടോ? ഖുർആനിലൊരു ആയത്തുണ്ട്, നിങ്ങൾക്ക് അറിഞ്ഞ ആയത്ത് തന്നെയാണ്. ഫഅമ്മാമൻ സഖുലത്ത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിൻ റാളിയ. അതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ ടൈം എങ്ങനെയാണ്? ഇതിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ടൈമായിട്ട് പോകും, ടൈം ഉണ്ടാവും, കുഴപ്പമില്ലല്ലോ. ടൈം ഞാൻ നോക്കണില്ല. ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതായത് ഇവർക്ക് ബോറാണെന്ന് അപ്പം നിർത്തും ചെയ്യും കേട്ടോ. ഓക്കെ, എങ്ങനെയാണ്? എനിക്ക് 6 പോയിന്റ് പറയാനുള്ളൂ കേട്ടോ. 1-ാമത്തെ പോയിന്റ് കഴിഞ്ഞു. ഓക്കെ, അമ്മാമൻ സക്കുലത്ത്, ആരുടെ അമലുകളാണോ നിസ്കാരമാണോ കനം തൂങ്ങുന്നത് അവൻ സ്വർഗത്തിൽ ഉണ്ടാവുന്നതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നത് നന്മയും തിന്മയും മീസാനിൽ ഇങ്ങനെ തൂക്കും. അപ്പൊ കനം നന്മക്കാണെങ്കിൽ സ്വർഗത്ത് പോവാം, തിന്മക്കാണോ നരകത്ത് പോകണം. അങ്ങനെയാണോ? അല്ല, പിന്നെങ്ങനെ? ഇതിന്റെ തുലാസ് മീസാൻ എന്ന് പറഞ്ഞ മനസ്സിൽ എന്താ വരുന്നത്? മീസാൻ തുലാസാണ്. എങ്ങനത്തെ തുലാസ്? നന്മയും തിന്മയും തൂക്കും. Am I correct? Yes, it is wrong. തെറ്റാണ്. അത് എന്തുകൊണ്ടാണെന്ന് അറിയോ? നിങ്ങൾ പഴയ കാലത്തെ തുലാസ് മനസ്സിൽ ചിന്തിച്ചിട്ടാണ്. കട്ടി വെക്കുന്ന തുലാസ്,
പുതിയ കാലത്ത് ഉല്ലാസം അങ്ങനെയാണോ? നിങ്ങൾ 5 കിലോ പഞ്ചസാര കൊണ്ടൊരു സൂപ്പർ മാർക്കറ്റിൽ ഇതിൽ വെച്ചാൽ അവിടെ അട്ടി വെക്കണ്ട, വെച്ചതിന്റെ വെയിറ്റ് സ്ക്രീനിൽ കാണിക്കും. കറക്റ്റ്? അതാണ് തുലാസ്. എന്ത്? നിങ്ങളെ നിസ്കാരം വലിയ നിസ്കാരവും അവിടെ കൊണ്ടുപോയി വെച്ചാൽ പഞ്ഞി വെച്ച മാതിരി ഉണ്ടാവും, വലിയ നിസ്കാരവും. പക്ഷെ അതിലുണ്ടാവും വെയിറ്റ് 0.001 ഒക്കെ കാണിക്കും. കണ്ടാല് 50 കിലോന്റെ ചാക്ക് വലിപ്പം ഉണ്ടാവും. പക്ഷെ നമ്മള് ഒപ്പു പന്താടി കൊണ്ടുവച്ചാലുണ്ടാവും ചില ആൾക്കാർ. ചില ആൾക്കാർ നിസ്കാരം ചെറിയ നിസ്കാരമായിരിക്കും, പക്ഷെ ഇരുമ്പ് കട്ട കൊണ്ടുപോയി വെച്ചമാരുണ്ടാവും. ചെറിയ സാധനത്തിന് 50-100 കിലോ വെയിറ്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾ നിസ്കരിച്ച മഗ്‌രിബ് നിസ്കാരം നിങ്ങളത് എല്ലാവരുടെതും പഠിച്ചോ നാളെ മീസാനിൽ വെക്കുമ്പോ അതിന് വെയിറ്റ് ഉണ്ടോ? നിസ്കരിച്ച റക്കാത്ത് ചോദ്യമില്ല ഇവിടെ. അതിന് വെയിറ്റ് ഉണ്ടോ? വെയിറ്റ് ഉണ്ടെങ്കിൽ സ്വർഗത്ത് പോയിക്കോ. അതല്ല, നിസ്കരിച്ച നിസ്കാരത്തിന് വെയിറ്റ് ഇല്ലേ? നിസ്കരിക്കാത്തവരെ വിഷയം നമ്മൾ ചർച്ച ചെയ്യണ കേട്ടോ. നിസ്കരിക്കാത്തവരെ വിഷയം ഇവിടെ ചർച്ചക്കേ ഇല്ല. ധാര വിഷയമാണ്. നിസ്കരിച്ചവന്റെ നിസ്കാരത്തിന് വെയിറ്റ് ഉണ്ടോ? വെയിറ്റ് ഇല്ലെങ്കിൽ അമ്മാമൻ ഹഫത്ത് മവാസീനു, വെയിറ്റ് കുറഞ്ഞു പോയാലോ ഫഹുമ്മുഹു ഹാവിയ, സ്വർഗത്തിലേക്ക് എൻട്രി ഇല്ല, നോ അഡ്മിഷൻ. നിനക്ക് എങ്ങോട്ട് പോകാം? ഹാവിയയിലേക്ക്. വമാ അദ്റാക്കമ ഹാവിയ. ഹാവി എന്താ നിങ്ങൾക്ക് അറിയുമോ? നാറുൻ, അത് പടച്ചവന്റെ കത്തിജ്വലിക്കുന്ന നരകമാണ് കേട്ടോ. എന്നുവെച്ചാല് ആരാ നരകത്ത് പോണത്? നിസ്കരിക്കാത്തവരെ കുറിച്ചിട്ടാണോ? നിസ്കരിക്കുന്നവർ എന്തുകൊണ്ട് നരകത്ത് പോയി? അവന്റെ അമല് നോക്കിയപ്പോ അമലിന് ക്വാളിറ്റി ഇല്ല, അതിൽ തെക്കുവയില്ലായിരുന്നു. അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന ചിന്തയോടെ നിസ്കരിച്ചിട്ടില്ലായിരുന്നു. നിസ്കാരത്തിലെ പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചെല്ലിയിട്ടില്ലായിരുന്നു. നിസ്കരിക്കുമ്പോ ഒരു അടക്കവും ഒതുക്കവും ഇല്ലായിരുന്നു, എന്തൊക്കെയോ ആലോചിച്ച് നിസ്കരിച്ചു പോയി. അതുകൊണ്ടാണ് പറഞ്ഞത് ഫവൈലുല്ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവരെ നിങ്ങൾക്ക് നാശം. ഖുർആനിൽ കുറച്ച് സ്ഥലത്ത് അത് പ്രയോഗിച്ചത് നാശം. വൈലുല്ലിൽ മുത്തഫിഫീൻ, അളവിലും തൂക്കലും കൃത്രിമം കാണിക്കാൻ നിങ്ങൾക്ക് നാശം. വൈലുല്ലി കുല്ലി ഉമസത്തിൽ ഉമസ, കുത്തി പറയുന്ന അവഹേളിക്കുന്നതുമായ നിങ്ങൾക്ക് നാശം. ഖുർആൻ നാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ മീനിങ് ഉള്ളൂ, നിങ്ങൾക്ക് നാശത്തിന്റെ നരകം ഉറപ്പായി കേട്ടോ. ഉണ്ടോ? എന്താണ്? അല്ലദീനവും അലാ സ്വലാത്തിയും സാഉൻ വല്ലദീനഹും, അവർ നിസ്കാരത്തിൽ ശ്രദ്ധ പോയിരുന്നു. നിസ്കരിക്കുമ്പോ എന്തൊക്കെയോ ആലോചിച്ചു. സലാം പൊട്ടുമ്പോഴോ ഓർമ്മ വന്നത്. അവർക്ക് കൂലി ഉണ്ടോ? അവരെ നിസ്കാരം ഉണ്ടാവും, പക്ഷെ അതിന് വെയിറ്റ് ഉണ്ടാവില്ല. യെസ്, ഉണ്ടോ? ഇനിയോ വേറെ നിസ്കാരക്കാരുണ്ട്. എന്താ നിങ്ങള് നിസ്കാരത്തിനെ കുറിച്ച് എന്നെ ഏറ്റവും ഇൻഫ്ലുവൻസർ ആയത് നിങ്ങള് നിസ്കാരത്തെ സാധനം തരാം. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, നിസ്കാരം നിങ്ങൾക്ക് സമയബന്ധിതമായി നിശ്ചയിച്ചതാണ്. എനിക്ക് തോന്നുമ്പോൾ നിസ്കരിക്കാനുള്ളതല്ല നിസ്കാരം. അതായത് ലൊഹർ ബാങ്ക് കൊടുത്തു, എനിക്ക് അതിന്റെ അവ്വൽ വക്തി നിസ്കരിക്കാൻ ചാൻസ് കിട്ടി, ഞാൻ നിസ്കരിച്ചില്ല, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നോക്കി ഗെയിം കളിച്ച് അല്ലെങ്കിൽ പിന്നെ റീൽസ് കണ്ടിങ്ങനെ ഇരുന്നു, ഇന്ന് 2 മണിക്ക് ചോറൊക്കെ വെച്ചിട്ട് പോയി നിസ്കരിച്ചു. പടച്ചോൻ പറയാണ് ഇജ് നിസ്കരിക്കണ്ട, ആ നിസ്കാരം എനിക്ക് വേണ്ടടോ. കാരണം എന്താ? നിനക്ക് ഇൻസ്റ്റഗ്രാമിനേക്കാളും റീൽസിനേക്കാളും യൂട്യൂബ് ഷോർട്ട് വീഡിയോനേക്കാളും എന്നെ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ നിസ്കരിച്ചാൽ മതി, അല്ലാത്ത നിസ്കാരം വേണ്ട. അങ്ങനെയെങ്കിൽ നമ്മൾ നിസ്കരിച്ച പല നിസ്കാരവും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവില്ല. ഉറപ്പല്ലേ? നിസ്കാരത്തിന്റെ ഹുക്കുമ്, ഇസ്ലാമിലെ നിയമം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? അതിന് വാജിബ് എന്നാണ് പറയാ. എന്താണ് വാജിബ്? വാജിബ് എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ആർക്കില്ല അറിയോ? എന്താ വാജിബിന്റെ എക്സ്പ്ലനേഷൻ? ചെയ്താൽ കൂലിയുള്ളതും പറ്റേ ചെയ്തില്ലെങ്കിൽ ശിക്ഷയുള്ളതും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് പ്രായത്തിലാണോ പ്രായപൂർത്തിയായത്, 15 വയസ്സാവണ്ട, പെൺകുട്ടി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എപ്പോഴാണോ പ്രായപൂർത്തിയായത് അന്നത്തെ ഓരോ ദിവസത്തിലും 5 നിസ്കാരം ഉണ്ടായിരുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു നിസ്കാരം നിങ്ങൾ പാഴാക്കുകയോ അതല്ല അത് നിങ്ങൾ കൃത്യമായി നിർവഹിക്കാതെ ഇരിക്കുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അള്ളാന്റെ കിതാബിൽ അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ശിക്ഷ അനുഭവിക്കാതെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അള്ളാനെ കണ്ടുക്കണോ? നിങ്ങൾ ആരെങ്കിലും അള്ളാനെ കണ്ടുക്കണോ? അള്ളാനെ കണ്ടുക്കണോ? ഇല്ല. അള്ളാഹു നിങ്ങളെ കണ്ടുമുട്ടിയാൽ ഫസ്റ്റ്
ഫസ്റ്റ് മീറ്റ്. അള്ളാഹ് നിങ്ങൾ ആദ്യമായിട്ട് കാണുക കേട്ടോ. നിങ്ങൾ അള്ളാഹെ ആദ്യമായിട്ട് കാണാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിനെ കുറിച്ചെത്താ നിസ്കാരം. അള്ളാഹ് നമ്മളെ കണ്ടാൽ ആദ്യം ചോദ്യം നിസ്കാരത്തിനെ കുറിച്ച് പറയുന്നിട്ട് ബാക്കി ചോദ്യമുള്ളൂ. നിസ്കാരം തന്നെ പോയാലോ പിന്നെ അങ്ങോട്ട് വേറെ വർത്താനില്ല. അള്ളാഹു നമ്മളെ കണ്ടാൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിസ്കാരാണ്. അള്ളാഹിന്റെ അടുത്ത് നാളെ അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അള്ളാഹ് സ്വീകരിച്ചിരിക്കണമെന്ന് ഉറപ്പുള്ള, തെക്കുവയുള്ള, ഇഹ്സാനുള്ള, നല്ല ശ്രദ്ധയിൽ നിസ്കരിച്ച, എല്ലാ പ്രാർത്ഥനയും അർത്ഥമറിഞ്ഞ് ചൊല്ലിയ, നല്ല കനമുള്ള എത്ര നിസ്കാരം എൻ്റെ അടുത്തുണ്ട്. സെൽഫ് ഇവാലുവേഷൻ ക്ലോക്കിൽ ഞാൻ രേഖപ്പെടുത്തിയത് റോങ് അല്ലേ? എനിക്കതിൽ 2 ഇടാൻ ഇതുണ്ടോ? 2 എന്ന് പറഞ്ഞാൽ പാസ് മാർക്കെങ്കിലും വേണം. എന്റെ നിസ്കാരത്തിന് പാസ് മാർക്കെങ്കിലും കിട്ടുമോ പർസോന്റെ അടുത്തുനിന്ന്? ഇല്ല എങ്കിൽ സെക്കൻഡ് പോയിന്റിന്റെ നേരെ റിഫ്ലക്ഷൻ 8ാമത്തെ പോയിന്റിലുണ്ട്. സത്യസന്ധമായിട്ടുള്ള ഒന്നുപോലും കിട്ടാൻ യോഗ്യം. 1 കിട്ടണമെങ്കിൽ എന്ത് വേണം? 20 മാർക്ക് വേണം കേട്ടോ 100-ല്. അതുമില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ താഴത്ത് 0 വരണം. ഒന്ന് സിൻസിയറായി എന്റെ നിസ്കാരത്തിന് ഞാനിട്ട മാർക്കാണ് ഇവിടെ ഉള്ളത് 2-ലുള്ളത്. പക്ഷെ എന്റെ നിസ്കാരത്തിന് അള്ളാഹ് ഇട്ട മാർക്ക് എത്ര ആയിരിക്കും? യെസ്, ഒന്ന് റിലേഷൻ വിത്ത് അള്ളാഹ് നമുക്ക് മാറ്റി എഴുതേണ്ടി വന്നു. ഒരു മുസ്ലിമിന്റെ അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മുസ്ലിമും ഒരു കാഫിറും തമ്മിലുള്ള അടയാളം എന്താണെന്നല്ലോ? അസ്വലാത്ത്, നിസ്കാരാണ് കേട്ടോ. ഒരു മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള ഡിഫറെന്റ് പേരല്ല, ഡ്രസ് കോഡാണോ? ഡ്രസ് കോഡും അല്ല. എന്താണ് വ്യത്യാസം? നിസ്കാരം. ആ നിസ്കാരത്തിന് വ്യത്യാസം നോക്കുകയാണെങ്കിൽ എനിക്ക് മുസ്ലിം ആവാൻ യോഗ്യത ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, സമയം ഉള്ളത് അടുത്ത പോയിന്റിലേക്ക് പോവാണ്. 3rd പോയിന്റ്. സമയം നോക്കട്ടെ കേട്ടോ. 3ാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഇസ്ലാമിക് ഐഡന്റിറ്റി. ഇസ്ലാമിക് ഐഡന്റിറ്റി. വാട്ട് ഈസ് ഇസ്ലാമിക് ഐഡന്റിറ്റി? ഇസ്ലാമിക് ഐഡന്റിറ്റി എന്നാൽ എന്തൊക്കെ വരും അതിൽ? ഡ്രസ്സിങ്. എപ്പോൾ, എവിടത്തെ ഡ്രസ്സിങ്? IJM-ന്റെ ജില്ലാ ക്യാമ്പിലെ ഡ്രസ്സിങ് ആണോ? അല്ല. ഖുറാൻ ക്ലാസ്സിലെ ഡ്രസ്സിങ് ആണോ? അല്ല. യെസ്. അപ്പൊ എല്ലായിടത്തും പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഡ്രസ്സിങ് പാളിയാൽ അപ്പൊ അത് അവിടെ നമ്മൾ ഇസ്ലാമിൽ ഐഡന്റിറ്റി തെറ്റിച്ചു എന്നായി അല്ലേ? യെസ്. അപ്പൊ നമ്മുടെ വീട്ടിലോ കുടുംബത്തിലോ കല്യാണം ഉണ്ടായാൽ എൻ്റെ ഡ്രസ്സിങ് ഇസ്ലാമിക ഐഡന്റിറ്റിക്ക് യോജിക്കാത്ത, എന്ത് ഇസ്ലാമിക ഐഡന്റിറ്റി യോജിക്കാത്ത? ഞാൻ എൻ്റെ ഐഡന്റിറ്റിയിൽ എന്ത് ചെയ്യുന്നു? ഒരു സ്ത്രീ മുൻകൈയും മുഖവും മറയാത്ത, ബാക്കി മുഴുവനും മറയുന്ന വസ്ത്രമായിരിക്കണം ധരിക്കേണ്ടത്. ശരീരത്തോട് ഒട്ടിച്ചേർന്ന വസ്ത്രം ധരിക്കാൻ പാടില്ല. സ്ത്രീകൾ പുരുഷന്റെ ഡ്രസ്സത്തോട് സാമ്യമുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല. ശരീരം നിഴലടിക്കുന്നതിൽ വസ്ത്രം ധരിക്കാൻ പാടില്ല. ഇതെപ്പോഴാവണം? ഇത് ഫുൾ ടൈം ആവണം. ഇതല്ലാത്ത ഡ്രസ്സ് അവൾക്ക് എവിടെയാണ് അലോഡ് ഉള്ളൂ എന്നറിയോ? എവിടെയാണ്? ഭർത്താവിന് വീടിന്റെ അകത്ത്, മഹ്റമിന്റെ മുമ്പിൽ, കുടുംബക്കാരായ ആളുകളുടെ മുമ്പിൽ പോലും അലൗഡ് അല്ല. അതല്ലാതെ MGM-ന്റെ IJM-ന്റെയും സംഘടനാ സമ്മേളനത്തിന് പോകുമ്പോൾ ഡ്രസ്സ് ഇട്ടുകൊണ്ട് കാര്യമുണ്ടോ? എന്റെ ക്യാമ്പസിൽ ഞാൻ പോകുമ്പോൾ എന്റെ ക്യാമ്പസിൽ ഡ്രസ്സിങ് എന്തായിരിക്കും? ഞാൻ ക്യാമ്പസിൽ നിന്ന് അന്ന് കോളേജിന്റെ ആനുവൽ ഡേ ഉണ്ടാവുമ്പോൾ ഡ്രസ്സിങ് എന്തായിരിക്കും? ഞാൻ ടൂർ പോകുമ്പോൾ ബസ്സിലുള്ള എന്റെ ഡ്രസ്സിങ് എന്തായിരിക്കും? ഞാൻ മറ്റുള്ളവരെ മുമ്പിൽ സൗന്ദര്യവതിയാണ് തെളിയിക്കാൻ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, അത് വെച്ചാൽ മേക്കപ്പ് സെറ്റ്, സാധാ പൗഡറിന് ഞാൻ പറഞ്ഞിട്ടില്ല, ലിപ്സ്റ്റിക്ക്, മേക്കപ്പ്, ലിപ് ബാം ഒക്കെ, ലിപ് ബാമിന്റെ മറവിൽ ലിപ്സ്റ്റിക് ഇടുന്ന ടീമൊക്കെ ഉണ്ട് അല്ലേ? അതൊക്കെ ചെയ്യലുണ്ടോ? സ്കൂളിൽ നിന്നല്ല. എൻ്റെ സുഹൃത്തിന്റെ പെങ്ങള് വീട്ടിൽ ഭയങ്കര ദീനാണ്. അവൻ ഒരു ദിവസം അവളെ കോളേജിൽ കൊണ്ടാക്കി. അപ്പോ വിളിച്ചു, വേറെന്തിനോ തിരിച്ചു വരേണ്ടി വന്നപ്പോഴേക്ക് അവൾ ഡ്രസ്സ് വേറെ കോലത്തിൽ. അപ്പൊ എന്താ, ബാഗിൽ ഡ്രസ്സ് കൊണ്ടുപോയിട്ട് അവിടെ എത്തിയിട്ട് അവള് മേക്കപ്പ് ചെയ്തു, ലിപ്സ്റ്റിക് ഇട്ടു, ഡ്രസ്സക്കോടൊക്കെ മാറി. ഉണ്ടോ? വീട്ടിൽ നിന്ന് ക്യാമ്പസിനുള്ളിലേക്ക് എത്തിയ ഡ്രസ്സ് കോഡ് മാറുന്നുണ്ടോ?
നമ്മളെ രൂപം മാറുന്നുണ്ടോ? ക്യാമ്പസിന്റെ ഉള്ളിൽ പോയാൽ ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റിയിൽ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ഇങ്ങോട്ട് ആരോട് ചോദിക്കില്ല കേട്ടോ, ആൻസർ പറയണ്ട. ആഗ്രഹിക്കുന്നുണ്ടോ, ഇഷ്ടപ്പെടുന്നുണ്ടോ, എവിടെ ചോദിക്കണം എന്നറിയോ? ഇത് ഞാൻ പറഞ്ഞത് നിങ്ങളെ ഇവാലുവേഷൻ ക്ലോക്കാണ്. ഇവിടെ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ആരല്ല, നിങ്ങളല്ല. ഇവിടെ നിങ്ങൾക്ക് അള്ളാഹ് എത്ര മാർക്ക് നൽകുന്നത് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനമാണല്ലോ, അല്ലേ? ആണല്ലോ, യെസ്. അപ്പോൾ ഒന്ന് സത്യസന്ധമായി ആലോചിച്ചിട്ട് നിങ്ങൾക്ക് അതിലെന്ത് ചെയ്യാം, എൻ്റെ ഇസ്ലാമിക് ഐഡന്റിറ്റി ഒരു മുസ്ലിം എന്നൊക്കെ ഞാൻ ഫുള്ളായി കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നതിൽ അള്ളാഹു എനിക്ക് എത്ര മാർക്ക് നൽകും.